ഒരു ചോദ്യം തൃശ്ശൂരിൽ നിന്നുള്ളതാണ്. ചോദിച്ചത് എന്താണെന്നാണെങ്കിൽ, ഈ സ്വാമി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വാമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പല സ്വാമി ഉണ്ടല്ലോ. ഇപ്പോൾ ഹനുമാൻ സ്വാമി, അയ്യപ്പ സ്വാമി, ഒരുപാട് ഇടങ്ങളിൽ ഈ സ്വാമി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സന്യാസിമാരെ സ്വാമി സന്ദീപാനന്ദഗിരി. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ നിരുക്തം എന്താണ്, അതിൻ്റെ ശരിയായ താല്പര്യം എന്താണെന്നുള്ളതാണ്. വാസ്തവത്തിൽ സ്വാമി എന്നുള്ളതിന് നമ്മുടെ യാസ്കൻ്റെ നിരുക്തം പറഞ്ഞിരിക്കുന്നത് സ്വം ഐശ്വര്യം പ്രധാനം അസ്യ ഇതി സ്വാമി. സ്വം ഐശ്വര്യം പ്രധാനം അസ്യ ഇതി സ്വാമി. എന്താണ് സ്വം ഐശ്വര്യം? സ്വം, ഇവന് ഐശ്വര്യം പ്രധാനം, ഐശ്വര്യം പ്രധാനമായിട്ടുള്ളതിനാൽ ആരാണ്? ഇത് സ്വാമിയാണ്. അതേസമയം മനസ്സിൻ്റെ ഉടമ ആരാണോ അവൻ സ്വാമിയാണ്. സ്വമനസ്സിൻ്റെ ഉടമയായിട്ടുള്ളവൻ സ്വാമിയാണ്. അതുകൊണ്ട് സ്വാമി എന്നുള്ളത് തമിഴ് കൾച്ചറിൽ, തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ അവിടെ ജാതിയിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ബ്രാഹ്മൺസിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ സ്വാമി വന്നിട്ട് പറയാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് വന്നതിന് ശേഷം ഞാൻ പറയാം, ചോദിച്ചിട്ട് പറയാമെന്നാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിനെ അഭിസംബോധന ചെയ്യാറ് സ്വാമി എന്ന് പറയാറുണ്ട്. അതേസമയം ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനെ നമുക്ക് സ്വാമി എന്ന് പറയാം. അദ്ദേഹം ഹെഡ് മാസ്റ്ററാണ്, സ്വാമിയാണ്. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമി. എന്നാൽ ബാക്കിയുള്ള കൃഷ്ണസ്വാമി എന്ന് പറയുന്നില്ലല്ലോ, ശിവസ്വാമി എന്ന് പറയുന്നില്ലല്ലോ, മുരുകൻ സ്വാമി പറയാറുണ്ട്. ബാക്കി എല്ലാവരെയും ശ്രീരാമസ്വാമി, രാമനെയും ശ്രീരാമസ്വാമി എന്ന് പറയാറുണ്ട്. അത് ഓരോ കൾച്ചറിൽ ഓരോരുത്തർ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ആരെയും നിങ്ങൾക്ക് സ്വാമി എന്ന് പറയാം. അതിന് എന്താ പറയുക, പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും നിയമങ്ങളൊന്നുമില്ല. ഇതാണ് അതിൻ്റെ താല്പര്യം, അതിൻ്റെ നിരുക്തം. ശബ്ദശാസ്ത്രം അനുസരിച്ച് ഇതാണ് അതിൻ്റെ നിരുക്തം എന്ന് പറയുക.